السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إن الذين جاءوا بالإفك عصبة منكم لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്ര വിവരണത്തിനിടയിൽ കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് നടന്ന ഗസ്വത്തുൽ ബനു മുസ്തലഖ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സംഭവവും ആ യുദ്ധം കഴിഞ്ഞ് വിജയശ്രീലാളിതരായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും മടങ്ങി വരുന്നതിനിടക്ക് സംഭവിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവത്തെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞ് ഇടക്ക് അവസാനിപ്പിച്ചത്. അതായത്, ആ യുദ്ധം കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ വിശ്രമിക്കാൻ വേണ്ടിയിരുന്ന നേരത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പുറത്തു പോവുകയും, ഞാൻ വിശദീകരിക്കുന്നില്ല, ഓർമ്മ പുതുക്കാൻ വേണ്ടി ചുരുക്കി പറയുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ കൂടാരത്തിൽ നിന്ന് പുറത്തുപോയി തിരികെ വന്നു നോക്കുമ്പോൾ സംഘത്തിലുണ്ടായിരുന്ന എല്ലാ ആളുകളും സ്ഥലം വിട്ടിട്ടുണ്ട്. മഹദി തിരിച്ചു വന്ന നേരത്ത് ആരെയും അവിടെ കണ്ടില്ല. അവർ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ആ അവസരത്തിലാണ് മഹാനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു വരികയും ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കാണുകയും അവരെയും കൂട്ടി അവരെ വാഹനപ്പുറത്ത് കയറ്റിയിരുത്തി സഫ്വാൻ റളിയല്ലാഹു അൻഹു അവരെയും നയിച്ചുകൊണ്ട് മദീനയിലേക്ക് പോയി. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മദീനയിലെ മുനാഫിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മഹത്വത്തിന് കളങ്കം ചാർത്തുവാൻ തങ്ങൾക്ക് ഒരവസരമാണെന്ന് കണക്കുകൂട്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെയും സഫ്വാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും പേരിൽ വ്യഭിചാരാരോപണം മദീനയിൽ ഒട്ടുക്ക് പറഞ്ഞു പ്രചരിപ്പിച്ച സന്ദർഭത്തെയാണ് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞു വെച്ചത്. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹ മദീനയിലെത്തി, സഫ്വാൻ റളിയല്ലാഹു അൻഹും എത്തി. അവരെ രണ്ടാളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് വ്യഭിചാരാരോപണമാണ് മദീനയിൽ മുനാഫിക്കുകൾ അഴിച്ചുവിട്ടത്. ഈ സംഭവങ്ങളൊന്നും മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ അറിഞ്ഞിട്ടില്ലായിരുന്നു. സ്വാഭാവികമായും ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി അവർ രോഗിയായി വീട്ടിൽ വിശ്രമിക്കുന്ന അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് പതിവില്ലാത്ത നിലക്കുള്ള ചില പെരുമാറ്റങ്ങൾ മഹദിയിൽ സംശയമുണ്ടാക്കുകയാണ്. അതായത്, എപ്പോഴും രോഗിയായി കഴിഞ്ഞാൽ അടുത്തു വരികയും സലാം പറയുകയും
കുറച്ചുനേരം ഇരുന്ന് സംസാരിക്കുകയും ചെയ്യാറ് പതിവുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവിന് വിപരീതമായി വാതിൽക്കലോളം വന്ന് സലാം പറയുകയും എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് തിരിച്ചു പോവുകയും ചെയ്യുന്ന സന്ദർഭം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സിൽ ചില സംശയങ്ങൾ ഉണ്ടാക്കി. അപ്പോഴും അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്താണ് തന്നെക്കുറിച്ച് എന്തെങ്കിലും ആരെങ്കിലും പറയുന്ന വിഷയമൊന്നും ആയിഷ റളിയല്ലാഹു തആല അൻഹ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ഇങ്ങനെ രോഗിയായി കിടക്കുമ്പോൾ, ക്ഷീണത്തിലായി കിടക്കുന്ന അവസരത്തിൽ അവർക്കൊരു പരിചാരികയുണ്ടായിരുന്നു. ആ പരിചാരികയുടെ പേര് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു, ഉമ്മു മിസ്തഹ് റളിയല്ലാഹു അൻഹ. മിസ്തഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയായ ഉമ്മു മിസ്തഹ് അവരായിരുന്നു ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പരിചരിച്ചിരുന്നത്. അങ്ങനെ ആ കാലഘട്ടത്തിൽ അന്ന് മറകളും അതുപോലെ തന്നെ വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ മലമൂത്ര വിസർജനത്തിനുള്ള സൗകര്യമുള്ള റൂമുകളോ സംവിധാനങ്ങളോ ഒന്നും ആ കാലഘട്ടത്തിലില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് കുറച്ചു ദൂരെ പറമ്പിലേക്ക് മാറിപ്പോയി രാത്രി സമയമാകുവോളം കാത്തിരുന്ന് വിസർജനാവശ്യങ്ങൾക്ക് പുറത്തു പോകാറാണ് അന്നത്തെ ആളുകളുടെ എല്ലാം പതിവ്. അങ്ങനെ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ രാത്രിയായപ്പോൾ ഉമ്മു മിസ്തഹ് റളിയല്ലാഹു അൻഹ എന്ന പരിചാരികയുടെ കൂടെ വിസർജനാവശ്യത്തിന് വേണ്ടി പറമ്പിൽ പോയി തിരികെ വരുന്ന നേരത്ത് ഉമ്മു മിസ്തഹ് റളിയല്ലാഹു തആല അൻഹ അവരുടെ ഉടുപ്പ് തടഞ്ഞ് വീണുപോയി. അവരുടെ കാല് അവരുടെ വസ്ത്രത്തിൽ തടഞ്ഞ് അവർ വീണ അവസരത്തിൽ ഉമ്മു മിസ്തഹ് റളിയല്ലാഹു തആല അൻഹ ഒരു വാക്ക് പറഞ്ഞു, തഇസ മിസ്തഹ്, തഇസ മിസ്തഹ്, മിസ്തഹ് നശിക്കട്ടെ എന്ന് പറഞ്ഞു. മിസ്തഹ് നശിക്കട്ടെ എന്ന് ഉമ്മു മിസ്തഹ് റളിയല്ലാഹു തആല അൻഹു മകനെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ബിഇസ മാ ഖുൽതി, എന്താ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞത് വളരെ മോശമായി പോയി. അതസുബ്ബീന റജുലൻ ഷഹിദ ബദറാ, ബദറിൽ പങ്കെടുത്ത സഹാബിയായ മിസ്തഹിനെ കുറിച്ച് നിങ്ങൾ ചീത്ത പറയുകയോ? ബദറിൽ പങ്കെടുത്ത വ്യക്തിയല്ലേ മിസ്തഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ നിങ്ങൾ എന്താ പഴിക്കാൻ കാരണം? ആ അവസരത്തിലാണ് ഉമ്മ പറയുന്നത്, എന്റെ പൊന്നുമോളെ, അവലം തസ്മഈ മാ ഖാൽ, അവൻ പറഞ്ഞത് നീ കേട്ടിട്ടില്ലയോ? അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നത് എന്താ സംഭവം എന്ന്. അപ്പൊ ഉമ്മ മിസ്തഹ് റളിയല്ലാഹു തആല അൻഹ വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയൊക്കെ നിങ്ങളെയും സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് മദീനയിൽ ഇങ്ങനെ ജനങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഈ വാർത്ത ആദ്യമായി നമ്മുടെ ഉമ്മയുടെ കാതിലെത്തുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ അപ്പോഴാണ് വിവരമറിയുന്നത്. അതുവരെയും തന്നെയും സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് മദീനയിൽ മുനാഫിക്കുകൾ ഇങ്ങനെയുള്ള കുപ്രചരണങ്ങളും വ്യഭിചാരാരോപണങ്ങളും നടത്തുന്നത് മഹദി അറിഞ്ഞിട്ടില്ല. ഇതറിഞ്ഞ വേളയിൽ അതിനെക്കുറിച്ചതാ മഹദി തന്നെ പറയുകയാണ്, ഫസ്ദത്തു മറദൻ അലാ മറദീ, എന്റെ രോഗം കഠിനമായി, അല്ലെങ്കിലേ സുഖമില്ലാതെ കിടപ്പിലാണ്, അല്ലെങ്കിലേ ക്ഷീണത്തിലാണ്. ആ അവസരത്തിലാണ് തന്നെ കുറിച്ചുള്ള ഈ ആരോപണവും കൂടി കേൾക്കുന്നത്. എന്റെ രോഗം വർദ്ധിച്ചു. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അരികിലേക്ക് കടന്നു വന്നു. നമ്മൾ ഈ ചരിത്രം ശരിക്കും മനസ്സിലാക്കണം, ഒരുപാട് പാഠങ്ങളുണ്ട് ഇതില്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുത്തേക്ക് കടന്നു വന്നിട്ട് എന്താ വിശേഷം എന്നൊക്കെ ചോദിച്ചു, സലാം പറഞ്ഞു, എന്താ വിശേഷം എന്നൊക്കെ ചോദിച്ചു. ആ അവസരത്തിൽ ഞാൻ നബി തങ്ങളോട് ചോദിച്ചു, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോട്ടെ, എൻ്റെ ഉപ്പയെയും ഉമ്മയുടെയും അടുത്തേക്ക് ഞാൻ പോയിക്കോട്ടെ എന്ന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അനുവാദം ചോദിച്ചു. എന്താണ് അപ്പോൾ എൻ്റെ ഉദ്ദേശം? ഞാൻ ഉദ്ദേശിച്ചത് ഉപ്പയുടെയും ഉമ്മയുടെയും അടുത്ത് വീട്ടിലെത്തിയാൽ അവരിൽ നിന്ന് വിവരങ്ങളുടെ നിജസ്ഥിതി എനിക്ക് കൂടുതൽ അറിയാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ റസൂലുള്ളാഹിനോട് സമ്മതം ചോദിച്ചു, ഒന്ന് പുരയിലേക്ക് പോയിക്കോട്ടെ, വീട്ടിലേക്ക് പോയിക്കോട്ടെ. ഫഅദിന ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പോകാൻ അനുവാദം തന്നു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ഉമ്മയെ കണ്ടപാട് പറഞ്ഞു, യാ ഉമ്മത്താ, എൻ്റെ പൊന്നു ഉമ്മ, മാ യതഹദ്ദസുന്നാസ്, ആളുകൾ എന്തൊക്കെയാണ് പറയുന്നത്, നിങ്ങൾക്ക് വല്ലതും അറിയാമോ? അപ്പൊ ഉമ്മ പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, നീ അത് സാരമാക്കണ്ട. ഒരു ഭർത്താവിന്റെ കീഴിൽ സ്നേഹത്തോടെ ഒരു പെണ്ണ് കഴിയുമ്പോ അതിൽ കുശുമ്പുള്ള പലരും ഉണ്ടാകും.
നല്ല ഒരു പെണ്ണ്, സുന്ദരിയായ ഒരു പെണ്ണ്, സ്നേഹത്തോടുകൂടി ഇഷ്ടപ്പെട്ട ഭർത്താവിൻ്റെ കൂടെ, ആ ഭർത്താവും ഈ പെണ്ണിനോട് വളരെ ഇഷ്ടമാണ്. അങ്ങനെ കഴിച്ചു കൂട്ടുമ്പോൾ അസൂയക്കാരികൾ പലരും ഉണ്ടാകും. പലരും അത് മുടക്കാൻ വേണ്ടി പലതും പറയും. എൻ്റെ മോളതൊന്നും കാര്യമാക്കണ്ട എന്നെൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു. ആ അവസരത്തിൽ ഞാൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അവലഖദ് തഹദ്ദസ അന്നാസു ബിഹാദാ, എന്നെപ്പറ്റി ജനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലേ? അപ്പൊ ജനങ്ങൾ അങ്ങനെ സംസാരിക്കുന്നു എന്ന് ഞാൻ കേട്ടത് ശരി തന്നെയാണല്ലേ? ഫബകൈതു തിൽക്കൽ ലൈല, ആ രാത്രി മുഴുവനും ഞാൻ കരഞ്ഞു. ഹത്താ അസ്ബഹതു, നേരം പുലരുവോളം. ലാ യർഖഉ ലീ ദമ്മുൻ, എൻ്റെ കണ്ണുനീര് തോർന്നില്ല. വലാ അക്തഹിലു ബിനൗം, ഉറക്കം എൻ്റെ കണ്ണുകളെ ബാധിച്ചില്ല. ഹത്താ അസ്ബഹതു അബ്കീ, പുലരുവോളം ഞാൻ എന്നെക്കുറിച്ച് ജനങ്ങൾ ഈ പറയുന്ന ദുരാരോപണങ്ങൾ ഓർത്തുകൊണ്ട് സങ്കടപ്പെട്ട് കരഞ്ഞു കഴിച്ചുകൂട്ടി. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയണം, അത്രക്കും ഒരു മനുഷ്യന് മാനഹാനി ഉണ്ടാക്കുന്ന വ്യഭിചാര ആരോപണമല്ലേ നമ്മുടെ ഉമ്മയെക്കുറിച്ച് പറഞ്ഞു പരത്തിയത്? അത് സഹിക്കാവുന്നതിലും അപ്പുറല്ലേ? അങ്ങനെ ഈ നാട്ടിലിതിങ്ങനെ കൊടുമ്പിരിക്കൊള്ളുന്ന നേരമാണ്. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരുമായി പലരുമായും കൂടിയാലോചിച്ചു. എന്ത് ചെയ്യണമെന്ന അഭിപ്രായം പലരുമായും ആലോചിച്ചു. ആ കൂട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനോട് കൂടിയാലോചിച്ചു. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോടും കൂടിയാലോചിച്ചു. കാരണം വഹീ വിഷയത്തിലൊന്നും വരുന്നില്ല, ഒരു തീർപ്പ് ഈ വിഷയത്തിൽ നബി തങ്ങൾക്ക് കിട്ടുന്നില്ല. എന്താ വേണ്ടത് എന്ന് ആലോചിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹുവിനോടും ഉസാമ റളിയല്ലാഹു അൻഹുവിനോടും ഒക്കെ കൂടി ആലോചിച്ചപ്പോൾ ഉസാമ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, എനിക്ക് അവരെ കുറിച്ച് നല്ലതല്ലാതെ അറിയൂല, ഉമ്മയെ കുറിച്ച് എനിക്ക് നല്ലതല്ലാതെ അറിയൂല. മാത്രമല്ല അവര് വല്ലാത്ത മഹത്വമുള്ള സ്ത്രീയാണ്, അവരെ കുറിച്ച് നല്ലതല്ലാതെ എനിക്കൊന്നും പറയാനില്ല. യാ റസൂലല്ലാഹ്, അഹ്ലക വമാ നഅലമു ഇല്ലാ ഖൈറാ, താങ്കളുടെ കുടുംബം ആയിഷ റളിയല്ലാഹു തആല അൻഹ, അവരെ കുറിച്ച് നല്ലതല്ലാതെ എനിക്കറിയില്ല. ഉസാമ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രതികരണം. വഅമ്മാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലം യുദയ്യിഖില്ലാഹു അലൈക, അല്ലാഹ് നിങ്ങൾക്ക് പ്രയാസമൊന്നും വരുത്തിയിട്ടില്ലല്ലോ, ഇടങ്ങേറൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. വന്നിസാഉ സിവാഹാ കസീർ, പെണ്ണുങ്ങൾ നാട്ടിൽ വേറെയുമുണ്ടല്ലോ, വേണമെങ്കിൽ അവരൊഴിവാക്കി കല്യാണം കഴിക്കാലോ എന്നൊരു വാക്ക് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞുപോയി. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, അലി റളിയല്ലാഹു അൻഹു എന്നെ കുറിച്ച് ആ അഭിപ്രായം പറഞ്ഞതിൽ ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതാരായാലും ഉണ്ടാവുമല്ലോ, ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് മഹദി പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ആ അവസരത്തിൽ അലി റളിയല്ലാഹു തആല അൻഹു ഇതും പറഞ്ഞതിന്റെ ശേഷം നബിതങ്ങളോട് പറഞ്ഞു, നിങ്ങളതാ അവരുടെ വീട്ടിൽ ഭൃത്യവേല ചെയ്യുന്ന ബരീറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയോട് ചോദിച്ചാൽ അവരെ കുറിച്ചുള്ള കൃത്യവിവരം നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബരീറ എന്ന പെൺകുട്ടിയോട്, വീട്ടിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ വീട്ടുവേല ചെയ്തിരുന്ന ബരീറ റളിയല്ലാഹു അൻഹ എന്ന കുട്ടിയോട് ചോദിക്കുന്നു, ഹൽ റഅയ്തി മിൻ ഷൈഇൻ യുരീബുകി, ആയിഷയിൽ നിന്ന് സംശയത്തിന് ഇടയുണ്ടാക്കുന്ന വല്ല സംഗതിയും നിനക്ക് പരിചയമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ അന്വേഷിക്കണം, നബിതങ്ങൾ അന്വേഷിക്കുകയാണ്, എന്തെങ്കിലും പല സംശയവും തോന്നിയിട്ടുണ്ടോ? ഖാലത്ത് ബരീറത്ത് പറഞ്ഞു, ലാ വല്ലദീ ബഅസക ബിൽ ഹഖി, ഇല്ല നബിയെ, താങ്കളെ സത്യവുമായിട്ട് അയച്ച അല്ലാഹുവിനെ തന്നെ സത്യമിട്ടുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും. ഇൻ റഅയ്തു അലൈഹാ അംറൻ അഗ്മിസുഹു അലൈഹാ, എനിക്ക് അവരെ കുറിച്ച് ഒന്നും മറുത്തു പറയാനില്ല. വല്ലതും എനിക്ക് പറയാനുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രമേ എൻ്റെ അനുഭവത്തിലുള്ളൂ. അതെന്താണെന്നോ, സിവാ അന്നഹാ ജാരിയത്തുൻ ഹദീസത്തുസ് സിന്നി, ചെറിയ പ്രായമുള്ള ഒരു പെൺകുട്ടിയല്ലേ ആയിഷ റളിയല്ലാഹു അൻഹ, അന്ന് 10-16 വയസ്സ് പ്രായമേയുള്ളൂ. അങ്ങനെയുള്ള പ്രായത്തിലുള്ള ഒരു പെൺകൊടി, തനാമു അൻ അജീനി അഹ്ലിഹാ, ചിലപ്പോൾ വീട്ടിൽ മാവ് കുഴച്ച് വെച്ചിട്ട് അവർ ചിലപ്പോൾ അങ്ങനെ തന്നെ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോകുമ്പോൾ വീട്ടിൽ വളർത്തുന്ന ആട് വന്നിട്ട് ആ മാവ് തിന്നുപോകാറുണ്ട്. ഇങ്ങനെ ഒരു അശ്രദ്ധ ഈ കുട്ടിയിൽ നിന്ന് എനിക്ക് പരിചയമുണ്ട് എന്നല്ലാതെ വേറെ മറുത്തൊരക്ഷരം എനിക്ക് അവരെ കുറിച്ച് പറയാനില്ല. ബരീറ റളിയല്ലാഹു തആല അൻഹു സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര വിഷമം. അതേ, ഒരു കുറ്റവും ചെയ്യാത്ത തന്റെ ഭാര്യയെ സംബന്ധിച്ചതാ മുനാഫിക്കിന്റെ നേതാവ് തന്നെ അപകീർത്തിപ്പെടുത്താൻ, തന്നോടുള്ള അസൂയ നിമിത്തം തന്റെ കുടുംബത്തെ കരുവാക്കിയിട്ട് തനിക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ, തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം അബ്ദുള്ള നടത്തുന്നു എന്ന് മനസ്സിലായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാ പള്ളിയിൽ ചെന്ന് മിമ്പറിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞു, യാ മഅ്ശറൽ മുസ്ലിമീൻ, ഓ മുസ്ലിമീങ്ങളെ, മൻ യഅ്ദിറുനി മിൻ റജുലിൻ ഖദ് ബലഗനി അദാഹു ഫീ അഹ്ലി ബൈതി, എന്റെ കുടുംബത്തെ കുറിച്ച് ദുഷിച്ച് പറയുന്ന ഈ മനുഷ്യന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കെൽപ്പുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട്? മിമ്പറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചോദ്യം. ഫവല്ലാഹി മാ അലിംതു വലാ അഹ്ലി ഇല്ലാ ഖൈറാ, എന്റെ വീടരെ സംബന്ധിച്ച്, എന്റെ ഭാര്യയെ സംബന്ധിച്ച് നല്ലതല്ലാതെ എനിക്കറിയൂല. മാത്രമല്ല, വലഖദ് ദകറൂ റജുലൻ മാ അലിംതു അലൈഹി ഇല്ലാ ഖൈറാ, അവർ ഒരാളെ കുറിച്ചും ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയാണ് ഉദ്ദേശം. അദ്ദേഹത്തെ കുറിച്ചും മാ അലിംതു അലൈഹി ഇല്ലാ ഖൈറാ, നല്ലതല്ലാതെ എനിക്കറിയൂല. വമാ കാന യദ്ഖുലു അലാ അഹ്ലി ഇല്ലാ മഈ, എന്റെ വീട്ടിലേക്ക് ഞാനില്ലാത്ത നേരത്ത് അവര് പ്രവേശിക്കാറില്ല. എന്റെ കൂടെയല്ലാതെ സഫ്വാനിന്റെ വീട്ടിലേക്ക് വരാറ് പോലുമില്ല. അങ്ങനത്തെ ഒരാളെ കുറിച്ചും എന്റെ ഭാര്യയെക്കുറിച്ചും ഇങ്ങനെ പറയുന്ന ഈ മനുഷ്യന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം? സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സ് വല്ലാതെ നൊന്തു. ആ അവസരത്തിൽ കൂട്ടത്തിൽ നിന്ന് നോക്കണം, കൂട്ടത്തിൽ നിന്ന് അബ്ദുള്ള ആഗ്രഹിച്ചതുപോലുള്ള ചില കാര്യങ്ങൾ നടക്കുകയാണ്. അബ്ദുള്ള ആഗ്രഹിച്ചു എന്താണെന്ന് അറിയാം, ഔസും ഖസറജും തമ്മിൽ ഇതിന്റെ പേരിൽ തല്ലണം എന്നാണ്. അങ്ങനെ പരസ്പരം ഭിന്നതയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശക്തി തകർക്കണം. ഇതിന് കണക്ക് കൂട്ടിയിട്ടാണ് ഈ തോന്നിയാസങ്ങളൊക്കെ ഈ അബ്ദുള്ള പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ മിമ്പറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിനെ കുറിച്ച് ഈ കാര്യമെന്ന് പറഞ്ഞപ്പോ അൻസാരികളിൽപ്പെട്ട സഅദ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അദ്ദേഹം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ നോക്കിക്കോളാം അയാളുടെ കാര്യം. ഇൻ കാന മിനൽ ഔസി ലറബ്നാ ഉനഖഹു, അയാൾ ഔസ് ഗോത്രക്കാരനായിരുന്നുവെങ്കിൽ ഞങ്ങൾ അയാളുടെ പെരടി വെട്ടുമായിരുന്നു. ഇനി അയാൾ ഖസറജ് ഗോത്രക്കാരനാവട്ടെ, എന്നാലും നിങ്ങൾ എന്താണോ കൽപ്പിച്ചത് അത് നടപ്പിലാക്കാൻ ഞാൻ ഒരുക്കമാണ്, ഞാൻ കൊന്നോളാന്ന് പറഞ്ഞു. ആര്? സഅദ് റളിയല്ലാഹു. ഉടനെ ഖസറജിന്റെ നേതാവ് ഒരു സഅദ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, ആ ഒരു കുടുംബപരമായ ഒരു വികാരം അദ്ദേഹത്തെ പിടികൂടി. ഔസിൽപ്പെട്ട ഒരാൾ ഖസറജിന്റെ ആളെ കൊല്ലേ. സഅദ് റളിയല്ലാഹു അൻഹു അത് പറഞ്ഞപ്പോ ഇദ്ദേഹം ഇപ്പുറത്ത് നിന്ന് പള്ളിയിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ലഅംറുല്ലാഹ്, കദബ്ത, നിങ്ങൾ കളവാ പറഞ്ഞത്. അള്ളാനെ തന്നെ സത്യം, കൊല്ലാൻ നിങ്ങൾക്ക് കഴിയൂല, തൊടൂല എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കണം, അബ്ദുള്ളന്റെ സ്വപ്നം അതാണ്. ഐക്യത്തോടെ പോകുന്ന സഹാബിമാർക്കിടയിൽ ഒരു ഭിന്നത ഉണ്ടാകണം. അതിനുള്ള കരുക്കളാ അബ്ദുള്ള നീക്കുന്നത്, അതിനുവേണ്ട ശ്രമങ്ങളാ. അത് നടക്കുകയാണ്. പരസ്പരം പള്ളിയിൽ വെച്ച് രണ്ട് ഗോത്ര നേതാക്കന്മാരും വാക്കേറ്റം. ഞാൻ കൊല്ലുന്ന ഒരാള് തൊടൂലാണ് മറ്റേയാള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഖായിമുൻ അലൽ മിമ്പർ, അല്ലാഹുവിന്റെ റസൂൽ മിമ്പറിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോഴാണ് ജനങ്ങൾക്കിടയിൽ ചേരിതിരിഞ്ഞ് സംസാരം നടന്നു. ഹത്താ ഹമ്മു അൻ യഖ്തതിലു, ഒരു യുദ്ധം വരെ അവിടെ ഉണ്ടാകുന്ന അവസ്ഥയായി. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖഫിളുഹും, മിണ്ടാതിരിക്കൂ, നിങ്ങളെന്തേ ഇങ്ങനെ ഗോത്രമാഹാത്മ്യത്തിന്റെ പേരിൽ പരസ്പരം തെറ്റുന്നത്? നിങ്ങൾ മുസ്ലിമീങ്ങളല്ലേ, മുഅ്മിനുകളല്ലേ? നിങ്ങൾ ഇങ്ങനെ പരസ്പരം തർക്കിക്കേണ്ടവരാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിൽ ഉറച്ചു വിശ്വസിക്കുന്ന നിങ്ങളെന്തേ ഇങ്ങനെയായത്? അതുകൊണ്ട് മൗനം പാലിക്കൂ. നബി തങ്ങൾ മിമ്പറിൽ നിന്ന് ആവശ്യപ്പെടുന്നു. സഹാബത്തും ഉണ്ടാതിരുന്നു. പിന്നെ തർക്കമൊന്നും ഉണ്ടായില്ല. അബ്ദുള്ളാന്റെ ആ സ്വപ്നം അവിടെ വിജയിച്ചില്ല. അവർ ശാന്തരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ എല്ലാവരും സന്തോഷത്തോടെ അവിടെ ഇരുന്നു. ആ തർക്കം അവിടെ അവസാനിച്ചു. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഈ ദിവസങ്ങളിലൊക്കെ പിന്നെയും അതാ ഞാൻ എൻ്റെ രാത്രികൾ കഴിച്ചു കൂട്ടുന്നത്. എനിക്കുറക്കമില്ല, എൻ്റെ കണ്ണുനീര് തോർന്ന നേരമില്ല. അങ്ങനെ ഞാനൊരിക്കൽ എൻ്റെ മാതാപിതാക്കളുടെ അടുക്കൽ ഇങ്ങനെ കരഞ്ഞ് കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതേ എൻ്റെ മാതാപിതാക്കൾക്ക് പോലും തോന്നി, അതേ മകളതാ കരഞ്ഞ് കരള് പൊട്ടിപ്പോകും എന്നവർക്ക് തോന്നി. അങ്ങനെ
ഫബൈനമാ ഹുവ ജാലിസാൻ ഇൻദി വഅനാ അബ്കീ, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും സമീപത്ത്. ആ അവസരത്തിൽ അൻസാരികളിൽപ്പെട്ട ഒരു സഹാബ വനിത അങ്ങോട്ട് സമ്മതം ചോദിച്ച് കയറി വന്നു. ഞാൻ കരയുന്നത് കണ്ട് ഫജലസത് തബ്കി മഴി, അവരും എൻ്റെ കൂടെ ഇരുന്ന് സങ്കടപ്പെട്ടുകൊണ്ട് കരയാൻ തുടങ്ങി. ആ സമയത്തതാ ഞങ്ങളിങ്ങനെ ഇരുന്ന് കരച്ചിൽ തന്നെ. ആ അവസരത്തിൽ ദഖല അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ സമീപത്തേക്ക് കടന്നു വന്നു. ഫസല്ലമ, സലാം ചൊല്ലി. സുമ്മ ജലസ, എന്നിട്ട് അവിടെ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്കുകളൊക്കെ നാട്ടിൽ മുഴങ്ങാൻ തുടങ്ങിയതിന്റെ ശേഷം എൻ്റെ അടുക്കൽ ആദ്യം വന്നിരിക്കുകയാണ്. വഖദ് ലബിസ ശഹ്റൻ ലാ യുഹാ ഇലൈഹി ഫീ ശഅരി, എന്നെ പറ്റിയുള്ള ദുരാരോപണങ്ങൾ പറഞ്ഞിട്ട് അന്നേക്ക് 1 മാസം തികഞ്ഞിട്ടുണ്ട്. 1 മാസമായി അള്ളാന്റെ റസൂലിൻ്റെ അടുത്ത് അങ്ങനെ വന്നിരിക്കാറില്ല. ഇന്നെന്തോ അള്ളാന്റെ റസൂല് വന്നിരുന്നു, എൻ്റെ അടുക്കൽ വന്നിരുന്നു. മറ്റേത് എങ്ങനെയുണ്ട് സലാം പറഞ്ഞ് വിശേഷമൊക്കെ ചോദിച്ചാണ് പോകാറ്. ഇന്ന് പതിവിന് വിപരീതമായിട്ട് നിബിതങ്ങൾ ഞാൻ കരഞ്ഞു കഴിച്ചു കൂട്ടുമ്പോൾ എൻ്റെ അടുക്കൽ വന്നിട്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഹംദും സലാത്തൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിൻ്റെ സ്തുതിച്ച്, അങ്ങനെ ഹംദും തശഹുദ് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാ ബഅദ് യാ ആയിഷ, നീ പറയുന്ന വാക്ക് നോക്കണം, യാ ആയിഷ, ആയിഷ ഫഇന്നഹു ഖദ് ബലഗനി അൻകി കദാ വകദാ, നിന്നെക്കുറിച്ച് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ വിവരം കിട്ടിയിട്ടുണ്ട്. നിന്നെക്കുറിച്ച് ആളുകൾ ഇന്നതുമൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഫഇൻ കുൻതി ബരീഅതൻ, നീ നിരപരാധിയാണെങ്കിൽ ഫസയുബരിഉകില്ലാഹ്, അല്ലാഹ് നിന്റെ നിരപരാധിത്വം തെളിയിക്കും. നീ നിരപരാധിയാണെങ്കിൽ അള്ളാഹു വഴിയെ നിന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതാണ്. ഇനി അതല്ല, വഇൻ കുൻതി അൽമംതി ബിദംബിൻ, വല്ല തെറ്റും നിന്റെ അടുക്കൽ സംഭവിച്ചു പോയാൽ, അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഫസ്തഗ്ഫിരില്ലാഹ്, നീ അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കൂ. ആയിഷ വതൂബി ഇലൈഹി, അവങ്കലേക്ക് കേരിച്ചു മടങ്ങിക്കോ. ഫഇന്നൽ അബ്ദാ, നിശ്ചയമായും കാരണം ഒരടിമ ഇദഅ്തറഫ ബിദംബിഹി, തന്റെ തെറ്റ് റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞു സമ്മതിച്ച്, സുമ്മ താബ ഇലല്ലാഹ്, അള്ളാഹുവിങ്കലേക്ക് കേരിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ, താബല്ലാഹു അലൈഹി, അല്ലാഹ് അയാൾക്ക് പുറത്തു കൊടുക്കും. അതുകൊണ്ട് വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ അള്ളാഹിനോട് പറഞ്ഞേക്ക്, പൊറുക്കലിനെ ചോദിച്ചേക്ക്. നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മനസ്സിൻ്റെ ആ വിഷമം ഇങ്ങനെ പറയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പിന്നെയും പറയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ വാക്ക് കൂടി കേട്ടപ്പോൾ എൻ്റെ കണ്ണുനീര് വറ്റിപ്പോയി. ഇനി എനിക്ക് കരയാൻ കണ്ണുനീര് ബാക്കിയില്ല. ആ അവസരത്തിൽ ഞാൻ എൻ്റെ ഉപ്പയോട് പറഞ്ഞു, അജിബ് റസൂലല്ലാഹി, ഉപ്പാ റസൂലുള്ളാഹിനോട് ഈ പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾ മറുപടി കൊടുക്കൂ. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയണം, ഞാൻ എൻ്റെ ഉപ്പനോട് പറഞ്ഞു, ഉപ്പ അള്ളാഹിൻ്റെ റസൂൽ ഇപ്പം എന്നോട് ഇങ്ങനെയല്ലേ പറയണ്, നീ നിരപരാധിയാണെങ്കിൽ നിന്റെ നിരപരാധിത്വം അള്ളാഹ് തെളിയിക്കും. ഇനി അതല്ല വല്ലതും സംഭവിച്ചോ, മനുഷ്യനാണ്, വല്ലതും സംഭവിച്ചോ, നീ അള്ളാഹിനോട് കേരിച്ചു മടങ്ങ്, ഇസ്തിഗ്ഫാർ ചെയ്തോളൂ, അള്ളാഹ് പുറത്തു തരും, വിഷമിക്കണ്ട എന്ന് പറഞ്ഞപ്പോ എന്റെ സങ്കടം കൂടി. റസൂൽ എന്നോടെപ്പോഴും സംശയിക്കാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് മറുപടി പറയാൻ പിന്നെ ഇല്ലാതായി. ഞാൻ വാപ്പനോട് പറഞ്ഞു, വാപ്പ കൊടുക്ക് അള്ളാന്റെ റസൂൽ നീ പറഞ്ഞതിനുള്ള മറുപടി എന്താണെങ്കിൽ വാപ്പ കൊടുക്ക്, വാപ്പ പറയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മറുപടി കൊടുക്കാൻ പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വല്ലാഹി മാ അദ്രി മാ അഖൂലു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് അറിഞ്ഞൂടാ മോളെ ഞാൻ എന്താ റസൂലിനോട് പറയേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, മോളെ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്താ റസൂലുള്ളാഹിനോട് പറയേണ്ടത്. ഫഖുൽതു ലി ഉമ്മി, അപ്പോൾ ഞാൻ ഉമ്മനോട് പറഞ്ഞു, ഉപ്പ പറയുന്നില്ല, അജീബി റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിക്ക് ഉമ്മ മറുപടി കൊടുക്കും, ഉമ്മ ഒന്ന് പറയുമ്മ, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒന്ന് പറയൂ ഉപ്പ, ഞാൻ തെറ്റുകാരിയല്ല. ഉമ്മയോടും കെഞ്ചി. ഉമ്മ പറഞ്ഞു, മാ അദ്രി മാ അഖൂലു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്കറിഞ്ഞൂടാ മോളെ ഞാൻ എന്താ റസൂലുള്ളാഹിനോട് പറയേണ്ടത്. അങ്ങനെ മഹദി പറയാണ്, ഞാൻ എവിടെ വെച്ച് പറഞ്ഞു, വഅന ജാരിയത്തുൻ ഹദീസത്തു സിന്നി ലാ അഖറഉ കസീറൻ മിനൽ ഖുർആൻ ഇന്നി വല്ലാഹി ലഖദ് അലിംതു, നിശ്ചയമായും എനിക്കറിയാം, ലഖദ് സമിഅ്തും ഹാദൽ ഹദീസ്, നിങ്ങൾ എന്നെ കുറിച്ച് പറയുന്ന ഈ വാക്കുകളൊക്കെ കേട്ടു, നിങ്ങളുടെ മനസ്സിൽ അത് സ്ഥാനം പിടിച്ചു, ഒരളവോളം നിങ്ങൾ അതിനെ സത്യപ്പെടുത്തി എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഞാൻ തെറ്റുകാരിയല്ല എന്ന് പറഞ്ഞാലും അള്ളാഹ്ക്കറിയാം ഞാൻ തെറ്റുകാരിയല്ലെന്ന്.
ആ റബ്ബിന്റെ മുമ്പിൽ വെച്ച് ഞാൻ തെറ്റുകാരിയല്ല എന്ന് പറഞ്ഞാലും നിങ്ങളിപ്പോൾ സമ്മതിക്കൂല. ഇനി അതല്ല, വല ഇൻ ഇഅ്തറഫ്തു ലക്കും ബി അംരിൻ, നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങളോട് വെറുതെ പറഞ്ഞാലോ, അല്ലാഹ്ക്കറിയാൻ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നിങ്ങളെന്നെ സത്യപ്പെടുത്തുമായിരിക്കാം. പക്ഷേ ഈ സന്ദർഭത്തിൽ എനിക്കൊരു നിർവാഹവുമില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച്, അതെ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞ വാക്കല്ലാതെ എനിക്ക് മറ്റൊന്നും പറയാനില്ല. എന്താ പറഞ്ഞത്? വല്ലാഹുൽ മുസ്തആൻ ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആൻ അലാ മാ തസിഫൂൻ. ഭംഗിയായ ക്ഷമ തന്നെ, ഭംഗിയായ ക്ഷമ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് യൂസുഫ് നബി നഷ്ടപ്പെട്ട നേരത്ത്, അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളുണ്ടായ നേരത്ത് യാക്കൂബ് നബി അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? ഫസബ്റുൻ ജമീൽ, ഭംഗിയായി ക്ഷമിക്കുക തന്നെ. നിങ്ങൾ ഈ വിവരിക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം എനിക്ക് സഹായം തേടപ്പെടാൻ എൻ്റെ റബ്ബ് മാത്രമേയുള്ളൂ, അതല്ലാതെ എനിക്കും ഇപ്പോൾ ഒന്നും പറയാനില്ല. അതും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോയി, ഞാൻ എൻ്റെ വിരിപ്പിൽ പോയി കിടന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഞാൻ അതും പറഞ്ഞ് ഞാൻ എൻ്റെ വിരിപ്പിൽ പോയി കിടന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തുവാൻ വേണ്ടി ശത്രുക്കൾ മെനഞ്ഞ എല്ലാ കുതന്ത്രങ്ങളും അവർക്ക് തന്നെ തിരിച്ചടിയായി എന്നതല്ലാതെ അവിടുത്തെ മഹത്വത്തിനോ അവിടുത്തെ കുടുംബത്തിന്റെ മഹത്വത്തിനോ ഒരു പോറൽ പോലും ഏൽപ്പിക്കുവാൻ സാധ്യമായില്ല. അള്ളാഹുവിൻ്റെ കാവലുണ്ടായി. അതുകൊണ്ട് ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവചരിത്രത്തിൽ നിന്ന് ഓരോ ഘട്ടങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും കൂടുതൽ കൂടുതൽ അവിടുത്തെ മഹത്വം നമുക്ക് വ്യക്തമാകുന്നു. അവിടുത്തെ സരണി അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ച് അവിടുത്തോടുള്ള മഹബ്ബത്ത്, സ്നേഹം, എല്ലാവരെക്കാളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹമുള്ളവരായി അവിടുന്ന് കൽപ്പിച്ച കൽപ്പനകളെ ജീവിതത്തിൽ പകർത്തി വിരോധങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നബിതങ്ങളോട് മഹബ്ബത്തുള്ളവരായി, സ്നേഹമുള്ളവരായി, അള്ളാഹുവിന്റെ സ്നേഹം പറ്റുന്ന നല്ലവരിൽ ഉൾപ്പെടാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക, അധ്വാനിക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് കരുത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ.